നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്നത് മലയാളിയ മോജോ വ്ലോഗ്സ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഒരു അത്യാവശ്യമായ വിഷയം. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയാലോ? ഇപ്പോൾ നാം കാണുന്നത് 2002 വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സൈറ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ജില്ലയും മണ്ഡലവും തിരഞ്ഞെടുത്ത് പട്ടിക കാണാം. ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യൂ. അവിടെ നിന്ന് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി LACA എന്നത് കാണും. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂസി എന്നർത്ഥം. ഇവിടെ നിന്ന് നിങ്ങളുടെ മണ്ഡലം തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് നേമം അല്ലെങ്കിൽ വർക്കല പോലുള്ള നിങ്ങളുടെ മണ്ഡലം തിരഞ്ഞെടുക്കാം. ഇതെല്ലാം ചെയ്ത ശേഷം താഴെ കാണുന്ന റിഫ്രഷ് ബട്ടൺ അമർത്തൂ. അപ്പോൾ ആ മണ്ഡലത്തിലുള്ള എല്ലാ ബൂത്തുകളും അവരുടെ വോട്ടർ പട്ടികയും കാണിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ബൂത്തിലെ പട്ടിക PDF ആയി ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അത് തുറന്നു നോക്കിയാൽ നിങ്ങളുടെ പേരും വീട്ടുകാരുടെയും പേരും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഹായ് എല്ലാവർക്കും, ഇന്ന് നമ്മൾ മൊബൈൽ വഴിയുള്ള 2002 വർഷത്തെ വോട്ടർ പട്ടിക പരിശോധിക്കുന്ന വിധിയാണ് കാണുന്നത്. നിങ്ങളുടെ പേരോ കുടുംബാംഗങ്ങളുടെ പേരോ പഴയ പട്ടികയിൽ ഉണ്ടോ എന്ന് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നോക്കാമെന്ന് കാണാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോൺ തുറക്കൂ. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ സഫാരി ബ്രൗസർ തുറന്ന് ടൈപ്പില്ലെങ്കിൽ സഫാരി ബ്രൗസർ തുറന്ന് ടൈപ്പ് ചെയ്യൂ ഇലക്ടോറൽ റോൾ SIR 2002 കേരള. സൈറ്റ് തുറന്നാൽ ഇലക്ടോറൽ റോൾ SIR 2002 എന്ന പേജ് വരും. ഇവിടെ കാണുന്ന പോലെ ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കൂ. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത്. അടുത്തതായി LAC എന്ന ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലമാണ്. നേമം, വർക്കല, കാട്ടാക്കട, കൊട്ടാരക്കര ഇതുപോലെ ഉള്ളത്. അത് തിരഞ്ഞെടുക്കൂ. ഇതെല്ലാം തിരഞ്ഞെടുക്കിയ ശേഷം താഴെയുള്ള റിഫ്രഷ് ബട്ടൺ അമർത്തൂ. അപ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് പട്ടികകളും ഇവിടെ കാണും. ഓരോ ബൂത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് സംബന്ധിച്ച വോട്ടർ പട്ടിക PDF ആയി തുറക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേരോ കുടുംബാംഗങ്ങളുടെ പേരോ പരിശോധിക്കാം. പേരുണ്ടെങ്കിൽ സന്തോഷം. പേര് ഇല്ലെങ്കിൽ അത് ഉടൻ തന്നെ പുതിയ പട്ടികയിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം നിലനിൽക്കട്ടെ. ഇതുപോലെ കൂടുതൽ വിവരങ്ങൾക്കായി മലയാളി മോജോ വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ.